ഇന്ന് നമുക്ക് നല്ല അടിപൊളിയൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പൊറോട്ട അറിയാത്തവർക്ക് പോലും ഇതേപോലെ ഉണ്ടാക്കുക വെച്ചാൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പരം കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഇത് രാവിലത്തെ ചായക്കടിയായിട്ട് അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായക്കടിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് മൈദ എടുക്കാം കേട്ടോ. അതിപ്പോൾ 1/2 കിലോ മൈദ ഉണ്ടാവും. അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ എനിക്ക്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് കണ്ടില്ലേ. അപ്പോൾ അത് ഒരു നുള്ള് മാത്രം മതിയാവും കേട്ടോ, കൂടുതലായി പോകാൻ പാടില്ല. പിന്നെ അതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ടത് പൊറാട്ടൻ്റെ മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. എന്നോട് ഒന്നായിട്ട് ഒഴിച്ച് പോയതാണ്. അപ്പോൾ അതാ വെള്ളം കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുറേശ്ശെ ആകുമ്പോൾ നമുക്ക് പേടിയില്ലാണ്ട് കുഴച്ചെടുക്കാം. കുറേ വെള്ളമായി പോകുന്നുള്ള ഒരു പേടിയില്ലാണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് നല്ല കുഴച്ച് നല്ല അയഞ്ഞ് കുഴക്കണം കേട്ടോ. കുറച്ച് നേരം തന്നെ നമ്മളിത് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് അടിപൊളിയായിട്ട് കിട്ടുക. ഇനിയിപ്പോൾ നമുക്ക് ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റാം. നമ്മളിപ്പോൾ പൊറോട്ടയൊക്കെ ബോൾസ് ആക്കുന്നില്ലേ, അതേപോലെ ഒന്ന് മാറ്റിയെടുക്കാം. ഏകദേശം ചപ്പാത്തിൻ്റെ ഒരു ഉരുളാക്കിയല്ലേ, ആ ഒരു ഉരുളയിൽ ആക്കിയെടുക്കുക. ചെറിയൊരു ഉരുള മതിയാവും കേട്ടോ, അധികം വലിപ്പം വേണമെന്നില്ല. അപ്പോൾ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോ ബോൾസും ഞാൻ ഇതേപോലെ എടുക്കുന്നുണ്ട്. ഉരുളാക്കിയതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കറക്റ്റ് ഒന്ന് പരത്തിയെടുക്കാനുള്ള ഭാഗത്തിലാക്കി എടുക്കുന്നുണ്ട്. മുഴുവനായും ഞാൻ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഉരുളകളാക്കിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഓയിലും കൂടി മിക്സ് ആക്കിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തടവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. ഏകദേശം പൂരിനെക്കാട്ടും കുറച്ച് വലുപ്പത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാനുണ്ട് കേട്ടോ. പരത്തിയെടുക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഓയിൽ തടവി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയും മതിയാവും കേട്ടോ. ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഓയിൽ തടവി കൊടുക്കുക. ഓയിലും വെളിച്ചെണ്ണ മിക്സ് ആക്കിയതില്ലേ, അതൊന്ന് തടവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇതേപോലെ ഏകദേശം പൂരിനേക്കാട്ടും കുറച്ച് വലുപ്പത്തിൽ തന്നെ ഓയിൽ പരട്ടിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ. എന്നിട്ട് എൻ്റെ മേളിലായിട്ട് കുറച്ച് ഓയിലും കൂടി ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ളൊരു ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മതിയാവും. ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ടാവും ഈ ഒരു ചിക്കന്. എല്ലില്ലാത്ത പീസാണ് നോക്കിയിട്ടാണ് എടുത്തത്. ഇപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്.
ഇതിലേക്ക് 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ചെറുനാരങ്ങ നീരാണ് കേട്ടോ. ഇത്രയും സാധനം മാത്രം മതിയാവും. കൂടുതലായിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷമാണ് കേട്ടോ മോളാന്ന് ചെറുനാരങ്ങ പിഴിഞ്ഞത്. അത് കുരു ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അതിന് കേട്ടോ. അപ്പോൾ 30 ഇടയിൽ വന്നിട്ട് ചെയ്ത് തന്നതാണ് കേട്ടോ, ഞാൻ പറയുന്നതിനനുസരിച്ച്. അതുകൊണ്ടാണ് ക്യാമറ കൊണ്ടും അതുപോലെ തന്നെ ചെറുനാരങ്ങ കൊണ്ടും ഒരു കളി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. അത് പറയാൻ വിട്ടു ഏതാന്ന് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം മതിയാവും കേട്ടോ. കുറേയൊന്നും വെളിച്ചെണ്ണൻ്റെ ആവശ്യമില്ല. ഇത്രയും മതിയാവും. ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ അത്രയും മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മളതാ മീനൊക്കെ പൊരിക്കുന്നില്ലേ, അതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ മുഴുവൻ ചിക്കനും ഞാൻ ഇതേപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ല് ചൂടായതിന് ശേഷം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഒരു ഭാഗം മുരിഞ്ഞ് വന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ആയിക്കുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ 2 ഭാഗവും മുരിഞ്ഞ് വന്നോളൂ കേട്ടോ. നമ്മളെ ചിക്കൻ ഇവിടെ ആയിക്കുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉള്ളി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഉള്ളി എടുത്തത് ഞാനിപ്പോൾ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതേപോലെ കുഞ്ഞ് കട്ടാക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി മാത്രമാണ് എടുത്തത്. പിന്നെ ഇവിടെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം ഇതേപോലെ കുത്തിയിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ പച്ചമുളക് എടുക്കുന്ന സമയത്ത് കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുകയെന്ന് വെച്ചാൽ കുറച്ചിട്ടാൽ മതിയാവും. അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയുണ്ട്, അതിട്ട് കൊടുത്താൽ മതിയേ. ഇനിയിപ്പോൾ ഇതാ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മൂടി വെച്ച് വേവിക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ നോക്കിയിട്ട്. ഇപ്പോൾ അത് നല്ലോണം ഇളക്കി കൊടുക്കട്ടെ. ആദ്യം നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് മൂടി വെച്ച് കൊടുക്കാവൂ. പിന്നെ ഇതിലേക്ക് നുള്ളു മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ഒരു പകുതി വേവിൽ അങ്ങനെ വഴന്ന് വന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ആവിയിൽ കിടന്നിട്ട് അതങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നല്ല നെയ്യുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇടയിൽ നമ്മളിത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ നല്ലോണം ഒന്നും കൂടി വഴറ്റി കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ബട്ടർ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല ഇവിടെ ആയിക്കുണ്ട് ഏകദേശം. ഇത്രയും മതിയാവും കേട്ടോ. ഇത്രയും വഴന്ന് കിട്ടിയാൽ മതിയാവും. അധികം വന്നങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇത്രയും മതിയാവും കേട്ടോ. അവിടെ ഇവിടെ ഒന്ന് കടിക്കുന്ന ഒരു ടൈപ്പിലായാൽ മതി. ഇപ്പോൾ പരത്തി വെച്ച പത്തിരി ഓരോന്നും എടുക്കുക. നല്ലോണം അയഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആക്കി എടുക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ അയഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ ഇത് നമുക്ക് റോളർ വെച്ചിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുക. ചെറുങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം പരത്തി കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ തടവി കൊടുക്കുക മുകളിലായിട്ട്. എന്നിട്ട് സൈഡ് ഭാഗം ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഇതേപോലെ ഇങ്ങനെ വലിച്ച് കൊടുക്കുക. നിങ്ങൾ പിന്നെ പൊറോട്ടയൊക്കെ അടിക്കാൻ പറ്റുന്ന പോലെ വെച്ചാൽ അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ. പക്ഷേ എളുപ്പം ഇതാണ്. ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മസാല ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുത്താൽ മതി. നല്ല നൈസായിട്ട് തന്നെ കിട്ടിക്കോളൂ കേട്ടോ. ഇതേപോലെ വലിച്ചെടുക്കുക വെച്ചാൽ ഇപ്പം നമ്മളിങ്ങനെ പരത്തി വെച്ചതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അയഞ്ഞ് കിട്ടും കേട്ടോ.
ഇങ്ങനെ സൈഡൊന്നും പൊട്ടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ മടക്കുന്നതിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളൂ കേട്ടോ. ഇതാ നടുക്കായിട്ട് തന്നെ ഞാൻ കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് 2 ഭാഗവും ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇത് നമ്മൾ ചിക്കൻ റോളിൽ ഉരുട്ടുന്നില്ലേ, അതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ പൊട്ടുന്നുള്ള പേടിയൊന്നും പേടിക്കണ്ട. കാരണം നമ്മളിത് മടക്കുന്നതിൽ കറക്റ്റായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അടുത്തതും കൂടി ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതുപോലെ പരത്തി കഴിഞ്ഞാൽ നമ്മൾ ഓയിലാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളെ കയ്യിൽ നല്ല നെയ്യുണ്ടെങ്കിൽ അതാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് വലിച്ച് കൊടുത്താൽ മതിയാവേ. പിന്നെ നിങ്ങൾക്ക് പൊറോട്ട ചെയ്യേണ്ടി വരാന്ന് വെച്ചാൽ ഇതേപോലെ വലിച്ചെടുത്തിട്ട് ചുറ്റിച്ചെടുത്താലും മതിയാവും കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിട്ടും. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതേപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഞാനിതൊരു വെറൈറ്റി ആയിക്കോട്ടെ കുട്ടിക്ക് വിചാരിച്ചിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വേണമെങ്കിൽ ഓവൻ്റെ അകത്തും ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ ഓവൻ്റെ അകത്ത് ചെയ്തത്. അപ്പോൾ ഓവനുള്ള പോലെ വെച്ചാൽ ഓവൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് സൈഡ് ഭാഗം 2 ഭാഗവും മടക്കി കൊടുക്കുക. നമ്മളിത് മടക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് കറക്റ്റായിട്ട് കിട്ടുകയില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഓയിൽ തേച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് റോൾ ചെയ്തെടുക്കാനൊക്കെ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിഭാഗം പൊട്ടിയത് കണ്ടില്ല, കുഴപ്പമില്ല. നമ്മളിതിങ്ങനെ മടക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ഞാൻ ഈ ഒരു തവ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ. കുറച്ച് ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ട് അപ്പുറം ഇപ്പുറവും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ചോപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഓവൻ്റെ അകത്ത് വേണമെങ്കിൽ ഓവൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എനിക്ക് എളുപ്പമായിട്ട് തോന്നി കേട്ടോ. ഓവൻ്റെ അകത്താകുമ്പം പെട്ടെന്ന് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഓവനില്ലാത്തവർക്കും പറ്റിയൊരു ഇതാണ് കാണിച്ചു തരുന്നത്. അപ്പം മോള് രേഷം ബട്ടറാണ് കേട്ടോ മേളിലായിട്ട് തേച്ച് കൊടുത്തത്. അപ്പം പെട്ടെന്ന് തന്നെ കരിഞ്ഞു വിട്ടിട്ടോ. അപ്പം നിങ്ങൾ ബട്ടർ തേച്ച് കൊടുക്കണ്ട കേട്ടോ, ഓയിൽ തേച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ബട്ടർ തേച്ച് കൊടുത്ത അടിഭാഗം ചെറുങ്ങനൊന്ന് കളറ് മാറിപ്പോയി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചിട്ട് നോക്കുക. സ്ലോയിലാക്കി വെക്കുക കേട്ടോ. തീ കുറച്ച് വെക്കുക. ഇനിയിപ്പോൾ ഇത് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സൈഡ് ഭാഗമൊക്കെ മുരിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഇതേപോലെ ചരിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരേപോലെ മുരിച്ചെടുക്കുക. നമ്മൾ ഓവൻ്റെ അകത്താകുമ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം നല്ലോണം ചോന്ന് വരും കേട്ടോ. അപ്പോൾ എടുത്താൽ ഞാൻ മതി. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കുക. അടിപൊളിയാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിത് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുക. തീ കൂട്ടി വെക്കരുത് കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഏകദേശം ഇവിടെ ആയിക്കുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊങ്ങിയൊക്കെ വരും കേട്ടോ. ഉൾഭാഗമൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ പപ്സിൻ്റെ മോഡലിലൊക്കെ ആണ് കേട്ടോ വരിക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഓവൻ്റെ അകത്താണ് വെക്കുന്നതെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഇത് നമ്മൾ ഈ തവയിൽ വെച്ചതിനെ കൊണ്ട് പൊറാട്ടൻ്റെ ഉള്ളിൽ ചുരുട്ടി വെച്ച പോലൊക്കെ ആണ് കേട്ടോ ഏകദേശം ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും.
അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ഭംഗിയില്ല കാണാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെയാണ് ഉണ്ടാവുക. നമ്മൾ പൊറോട്ടൻ്റെ ഉള്ളിലൊക്കെ മടക്കി പത്തിരിൻ്റെ ഉള്ളിലൊക്കെ മസാല വെക്കുന്നില്ല, അതേ മോഡലാണ് ഇട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ.